ജീവൻ ജോസും സംഘവും ഊർജിതമായ തോതിൽ കേസന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അവർ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് കൊലയാളി അടുത്ത ആളുടെ കാര്യം അവസാനിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. എന്തൊക്കെയായിരിക്കാം ഇനി സംഭവിക്കുക? ആകാംക്ഷഭരിതമായ ഭാഗങ്ങളിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. മുഴുവനായും നിങ്ങൾ വായിക്കുമെന്ന പ്രതീക്ഷയോടെ ഈ ഭാഗവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പോകാം. നിങ്ങളും കൂടെ വരണേ. അതിനുശേഷം ഒരിക്കൽ അവർ പറമ്പിൽ തേങ്ങ ഇടിയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ ആ വിവരമറിഞ്ഞത്. അന്ന് ശങ്കരേട്ടൻ തന്നെയാണ് അവരുടെ യാത്രയെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞത്. അന്ന് താൻ തൻ്റെ വിശ്വാസം അവരോട് പറയുകയും ചെയ്തു. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ പിന്തുടരാമല്ലോ. എനിക്ക് ഇക്കാര്യത്തിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല പുരുഷോത്തമ. പിതാവ് മരിച്ചപ്പോൾ എനിക്ക് സേവ ഏൽക്കേണ്ടി വന്നു. പിതാവ് സേവ ചെയ്തുകൊണ്ടിരുന്ന ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഞങ്ങൾ തന്നെ പോകണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകുന്നു, പൂജകൾ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ആ കാര്യത്തിൽ ആരോടും ഒരു തർക്കത്തിനും ഞാനില്ല. അങ്ങനെയാണ് അന്ന് ശങ്കരേട്ടൻ പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് ആർക്ക് ദേഷ്യം തോന്നും? അവരെ പറഞ്ഞ് ബോധവൽക്കരിച്ച് അതിൽ നിന്നും തിരുത്തി കൊണ്ടുവരേണ്ട കാര്യം എനിക്കില്ലല്ലോ. അല്ലെങ്കിലും അത് സാധ്യമാവുകയുമില്ല. പക്ഷേ ചാത്തൻ സേവയെക്കുറിച്ചും അവരെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, അതത്ര ഫലപ്രദമായ കാര്യമല്ലെന്ന്, വെറുതെ ചെയ്യുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്. യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ശങ്കരേട്ടനോടും കുടുംബത്തിനോടും എന്തെങ്കിലും എതിർപ്പുണ്ടായിട്ടല്ല. അവർ പിന്തുടർന്നു പോരുന്ന വിശ്വാസത്തിലും അതിൻ്റെ രീതികളിലും മാത്രമായിരുന്നു എനിക്ക് എതിർപ്പുണ്ടായിരുന്നത്. മാത്രവുമല്ല, എനിക്ക് രാധികയോട് അല്പം അടുപ്പവും ഉണ്ടായിരുന്നു. എന്നാൽ അത് അവളോട് പറയാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയില്ല. എങ്കിൽ മാത്രമല്ലേ അവൾക്ക് ഇങ്ങോട്ടെങ്ങനെ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. മനഃപൂർവ്വം സാഹചര്യമുണ്ടാക്കാനൊന്നും ഞാൻ ശ്രമിച്ചതുമില്ല. എന്തെങ്കിലും തരത്തിൽ സാമ്പത്തികമായി തുല്യത അവകാശപ്പെടാൻ കഴിയുമായിരുന്നു എങ്കിൽ തീർച്ചയായും ഞാൻ അവളെ എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുമായിരുന്നു. അന്ന് ഞാൻ അവിവാഹിതനാണ്. പിന്നെയും പലപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അക്കാലത്ത് യുക്തിവാദവുമായി ബന്ധപ്പെട്ട് കുറെ കൂടുതൽ പ്രവർത്തനം തുടങ്ങി. സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുമൊക്കെയുള്ള ബന്ധങ്ങളും വളർത്തിയെടുത്തു. ഇതിനിടയിൽ തന്നെ പായിക്കാട്ടും കുറേ പേർ എൻ്റെ തത്വശാസ്ത്രത്തിൽ ആകൃഷ്ടരായി എൻ്റെ ഒപ്പം ചേർന്നു. ആ കാര്യത്തിലൊന്നും ശങ്കരേട്ടനോ രാജീവിനോ സജീവിനോ ഒന്നും എതിർപ്പുണ്ടായിരുന്നില്ല. നല്ല നിലയിൽ സംഘടന വളരുന്നുണ്ടല്ലോ എന്നാണ് രാജീവ് ഒരിക്കൽ പറഞ്ഞത്. അക്കാലത്താണ് പായിക്കാട്ട് ഒരു പള്ളിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുത്തത്. സംസ്ഥാന പാതാ വികസനം നടക്കുന്നുണ്ടെന്നും ആരോ പറഞ്ഞു. അത് പള്ളിയുടെ മുൻപിലൂടെ വരുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ എൻ്റെയൊക്കെ സ്ഥലത്തിന് വളരെയധികം വില കിട്ടുമെന്നും അന്ന് സ്ഥലക്കച്ചവടവുമായി നടക്കുന്ന ഉമ്മച്ചൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ പറയുന്നത് ഉറക്കത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അയാളുടെ നേട്ടത്തിനു വേണ്ടി മാത്രം ഓരോരോ കാര്യങ്ങൾ പറയുന്നതാണത്രേ. പിന്നെ പള്ളി കൊണ്ടുവന്നത് അയാൾക്കും ശിങ്കിടികൾക്കും പള്ളിയിൽ പോകണമെങ്കിൽ 4-5 കിലോമീറ്റർ ദൂരം പോകണമായിരുന്നു. അതൊഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പണി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്തെങ്കിലും ലാഭം കാണാതെ അയാൾ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. പള്ളി വന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചൻ പറഞ്ഞതുപോലെ അതുവഴി റോഡ് വികസനം നടക്കാൻ പോകുന്നതായി പിന്നെയും പറഞ്ഞു കേട്ടു. അധികം സമ്പാദ്യമുണ്ടാക്കണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട് താൻ അതിൽ താല്പര്യമൊന്നും കാണിച്ചില്ല.
അങ്ങനെ വേണ്ടവർ സമ്പാദിക്കാൻ നോക്കട്ടേന്ന്. ഒരു തവണ തിരുവനന്തപുരത്ത് പോയി യുക്തിവാദി സംഘത്തിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് പീതാംബരൻ പറഞ്ഞു കേട്ടത് ചാത്തൻ പറമ്പിൽക്കാരെ കാണാനില്ല എന്ന വിവരം. ജീവൻ്റെ മുഖത്ത് എന്തോ സംശയങ്ങൾ കണ്ടതുകൊണ്ട് പുരുഷോത്തമൻ അല്പം കൂടി കൃത്യത വരുത്തി. പീതാംബരൻ സത്യം മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അവരുടെ പറമ്പിൽ തേങ്ങയിടുന്നയാളാണ് അയാൾ. മാത്രവുമല്ല, ശങ്കരനും പീതാംബരനും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരുമാണ്. താൻ വിചാരിച്ചത് അവർ എവിടെയെങ്കിലും സേവയ്ക്ക് പോയതായിരിക്കും എന്നാണ്. എന്നാലും ഞാൻ പിറ്റേ ദിവസം അവിടെ വരെ പോയി നോക്കി. കുറേ ദിവസമായി അവർ വന്നിട്ട് എന്ന് ആ പരിസരം കണ്ടാൽ തോന്നും. അങ്ങനെയാണെങ്കിൽ സാധാരണ പോലെയുള്ള യാത്രയായിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നും വരാം. അതുകൊണ്ട് പരാതി കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് പീതാംബരനെ പോയി കണ്ടു. അപ്പോഴാണ് അറിഞ്ഞത് അയാൾ തലേ ദിവസം തന്നെ പോയി പരാതി കൊടുത്തു എന്ന വിവരം. ഒരു കാര്യത്തിന് ഒരാൾ മാത്രം പരാതി കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് താൻ പിന്നെ പോയതുമില്ല. അവർ സ്ഥലം വിറ്റുപോയ വിവരം നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? അവർ വിറ്റുപോയതാണെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിൽ സംശയിക്കത്തക്കതായി എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ മറ്റു പലർക്കും എന്നതുപോലെ പുരുഷോത്തമനും സംശയമുണ്ട്. പക്ഷേ കൈമാറ്റം നടന്നിട്ടുണ്ട്. സ്ഥലം ഇപ്പോൾ ഉമ്മച്ചൻ്റെ പേരിലാണ്. അയാൾ അതിൽ നിന്ന് കുറേ മുറിച്ച് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രനാളും വിചാരിച്ചതുപോലെ ഒന്നും ചാത്തൻ പറമ്പിൽ കുടുംബക്കാരോട് പുരുഷോത്തമന് വ്യക്തിപരമായ വൈരാഗ്യമൊന്നും ഉള്ളതായി തോന്നുന്നില്ല. അയാളെ സംശയിക്കേണ്ടതായ യാതൊരു സാഹചര്യവും ഇതുവരെയും ഇല്ല. അതുകൊണ്ട് സംഘാംഗങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി എങ്ങോട്ട് എന്നൊരു ചോദ്യം അവരിൽ ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ടായിരുന്നു എങ്കിലും ജീവൻ ജോസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ചാത്തൻ പറമ്പിൽക്കാരുടെ സ്ഥലം ഉമ്മച്ചൻ വാങ്ങിയതാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടാകുമല്ലോ. ആ വിവരങ്ങൾ അറിയാൻ രജിസ്റ്റർ ഓഫീസിൽ വരെ ചെന്ന് ഫയലുകൾ തിരഞ്ഞാൽ മതിയാകും. ന്യായമായ നിലയിൽ നടന്നതാണോ അല്ലയോ എന്നാണ് അറിയേണ്ടത്. രജിസ്റ്റർ ഓഫീസ് മുഖാന്തരം നടന്നതാണെങ്കിൽ തീർച്ചയായും അവിടെ എന്തെങ്കിലുമൊക്കെ രേഖകൾ കാണും. അതുപോലെ തന്നെ കൈമാറ്റ ആധാരത്തിൽ പതിച്ചിരിക്കുന്ന ഒപ്പുകളും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. ഒപ്പുകൾ തന്നെയാണോ വിരലടയാളങ്ങളാണോ പതിച്ചിരിക്കുന്നത് എന്നതും നിർണായകമാണ്. എന്ത് തീരുമാനത്തിൽ അന്തിമമായി എത്തണം എന്ന് ആധാരത്തിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതിനുവേണ്ടി നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ വരെ പോവുകയും വേണം. അവർ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ പതിവിന് വിപരീതമായി അവിടെ അത്രയൊന്നും തിരക്കുണ്ടായിരുന്നില്ല. പരിചയപ്പെടുത്തിയതിന് ശേഷം ജീവൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ രജിസ്ട്രാർ പറഞ്ഞു, ഈ സ്ഥലത്തിൻ്റെ കൈമാറ്റം നടന്നത് നമ്മുടെ പ്രകാശ് സാർ ഇവിടെ രജിസ്ട്രാറായി ഉണ്ടായിരുന്ന കാലത്താണ്. അതിൻ്റെ രേഖകൾ എന്തായാലും ഇവിടെ കാണും. മറ്റു വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ സാറിനെ തന്നെ കണ്ട് ചോദിക്കേണ്ടി വരും. പ്രകാശ് ഇപ്പോൾ എവിടെയാണ്? അടുത്താണെങ്കിൽ ഇന്ന് തന്നെ വേണമെങ്കിലും പോയി ചോദിക്കാം. എന്താണെങ്കിലും ആദ്യം ആധാരത്തിൻ്റെ വിശദ വിവരങ്ങൾ അറിയട്ടെ. അതിനുശേഷം ബാക്കി കാര്യം. കുറച്ചു വർഷങ്ങൾ മുമ്പുള്ളതാണല്ലോ. അപ്പോൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അത്രയും സമയം അവർ ഓഫീസിൽ തന്നെ ഇരുന്നു. ആ സ്ഥലം രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങളെല്ലാം അവരുടെ മുൻപിൽ എത്തി. സ്ഥലം എഴുതി കൊടുത്തത് താന്നിമൂട്ടിൽ സുലോചനൻ മകൻ ശങ്കരനാണ്. ബ്രാക്കറ്റിൽ അവരുടെ അറിയപ്പെടുന്ന വീട്ടുപേര് എഴുതിയിട്ടുണ്ട്, ചാത്തൻ പറമ്പിൽ. എഴുതി വാങ്ങിയ ആൾ മരുതും പറമ്പിൽ ലോനപ്പൻ മകൻ തോമസ്. ബ്രാക്കറ്റിൽ ഉമ്മച്ചൻ എന്നും എഴുതിയിട്ടുണ്ട്. അതിൽ ചാർത്തിയിരിക്കുന്നത് ഒപ്പല്ല, വിരലടയാളമാണ്.
അവർ പരിശോധന മതിയാക്കി എഴുന്നേറ്റു. പ്രകാശ് ഇപ്പോഴുള്ള ഓഫീസിൻ്റെ വിവരങ്ങളും വാങ്ങിയതിനു ശേഷം എല്ലാവരും പുറത്തിറങ്ങി. ജോസ് മാത്യു ആണ് സംസാരം തുടങ്ങിയത്. ഇക്കാര്യത്തിൽ നല്ല നമ്പർ 1 അകിടിങ് നടന്നിട്ടുണ്ട്. ബലമായി വിരലടയാളം പതിപ്പിച്ചതാകാം. ചിലപ്പോൾ വിരൽ തന്നെ മുറിച്ചു കൊണ്ടുവന്ന് കുത്തിയതാണോന്നും പറയാനൊക്കില്ല. ന്യായമായി നടന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിചാരിക്കാനുള്ള കാരണങ്ങളെല്ലാം ഉണ്ട്. ഇതുവരെ ലഭിച്ച മൊഴി പ്രകാരം അവർ ഒരിക്കലും സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ വിറ്റെങ്കിൽ തന്നെ യാതൊരു തരത്തിലുള്ള കടബാധ്യതകളുമില്ലാത്ത അവർക്ക് ആരും അറിയാതെ ഇവിടെ നിന്നും പോകേണ്ട കാര്യമില്ല. മാത്രമല്ല, ചാത്തൻ സേവയ്ക്ക് പോവുകയാണെങ്കിൽ ആ പോക്കിന് മുൻപ് തന്നെ സ്ഥലം വിൽക്കേണ്ട കാര്യവുമില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിലും എഴുതി കൊടുക്കാമായിരുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നത്തിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് കണ്ണടച്ച് തുറക്കും മുമ്പ് ചിലപ്പോൾ സ്ഥലം വിൽക്കേണ്ടി വന്നേക്കും. അങ്ങനെ വരുമ്പോൾ ഇത് പോലെയൊക്കെ നടക്കും. ഇവിടെ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒന്നുമില്ല. ജോസ് പറഞ്ഞത് ശരി തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും പ്രകാശിനെ നേരെ ചോദ്യം ചെയ്താൽ മിക്കവാറും കിട്ടേണ്ടത് കിട്ടും. അല്ലെങ്കിലും ഈ പ്രകാശൻ എന്ന് പറയുന്ന രജിസ്ട്രാർ നമ്മുടെ കൈക്കൂലി വീരൻ പ്രകാശനല്ലേ? അവനാണെങ്കിൽ വേണമെങ്കിൽ വീട്ടിൽ പോയി രജിസ്ട്രേഷൻ നടത്തി കൊടുക്കും. ഇതിനു മുൻപ് 2-3 തവണ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ കോടതിയിലെത്തുമ്പോൾ സുഖമായി ഊരിപ്പോരും. ഒരു പ്രാവശ്യം പിടിക്കപ്പെട്ടത് വളരെ രസകരമാണ്. എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ അന്ന് അയാളുടെ കയ്യിൽ നിന്നും പണം പിടിച്ചില്ല. നമ്മുടെ മുണ്ടടിച്ചിട്ട പ്രകാശനാണോ? ചോദിച്ചത് മഹേന്ദ്രനാണ്. ആ സംഭവം പക്ഷേ എല്ലാവരും ഒന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് മഹേന്ദ്രൻ തന്നെ അതിനൊരു വിശദീകരണം നൽകേണ്ടി വന്നു. മഹേന്ദ്രൻ്റെ നാട്ടിലായിരുന്നു അന്ന് പ്രകാശന് പോസ്റ്റിങ്. ഒരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അയാൾ ഭീമമായ കൈക്കൂലി ചോദിച്ചു. അത്രയൊന്നും കൊടുക്കാൻ സ്ഥലം വാങ്ങുന്നയാൾ തയ്യാറായില്ല. പ്രകാശനാകട്ടെ ഒറ്റ നിർബന്ധം, അത്രയും തുക കിട്ടിയാലേ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കൂ എന്ന്. അങ്ങനെയാണ് അവർ വിജിലൻസിൽ വിവരമറിയിച്ചത്. സ്ഥലം വാങ്ങുന്നയാൾ രാവിലെ പ്രകാശൻ നടക്കാൻ പോകുന്ന വഴിയിൽ വച്ച് പറഞ്ഞ തുക വിജിലൻസിൽ നിന്ന് വാങ്ങിയത് അയാളെ ഏൽപ്പിച്ചു. അയാളെ സംശയം തോന്നിയിട്ടോ എന്തോ പണം മുണ്ടിൻ്റെ മടിക്കുത്തിലേക്ക് ഇട്ടേക്കാൻ പ്രകാശൻ പറഞ്ഞു. വാങ്ങുന്നയാൾ അതുപോലെ തന്നെ ചെയ്തു. പ്രകാശൻ മുന്നോട്ട് നടക്കുകയും ചെയ്തു. അടുത്ത വളവ് തിരിയുമ്പോൾ പ്രകാശൻ ഒന്ന് പിന്നോട്ട് നോക്കി. അപ്പോൾ വിജിലൻസിൻ്റെ വണ്ടി കണ്ടു. അപകടം മണത്ത പ്രകാശൻ അപ്പോൾ തന്നെ മുണ്ടിൻ്റെ മടിക്കുത്തഴിച്ചിട്ട് വീണ്ടും ഉടുത്ത് മുന്നോട്ട് നടന്നുപോയി. വിജിലൻസുകാർ അടുത്തു വന്ന് വണ്ടി നിർത്തി അയാളോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ മുണ്ടിൻ്റെ മടിക്കുത്ത് അഴിച്ചു കാണിച്ചു. അതിൽ ഒന്നുമില്ല. വഴിക്ക് നിന്ന് വിജിലൻസിന് പണം കിട്ടി. പക്ഷേ അതിൽ പ്രകാശൻ്റെ വിരലടയാളം പതിഞ്ഞിട്ടില്ല. അങ്ങനെ പ്രകാശൻ ആ കേസിൽ നിന്നും സുഖമായി ഊരിപ്പോന്നു. അന്ന് അയാൾക്ക് വീണ പേരാണ് മുണ്ടഴിച്ചിട്ട പ്രകാശൻ എന്ന്. മഹേന്ദ്രൻ പറഞ്ഞു കേട്ടിടത്തോളം അയാളാണ് രജിസ്ട്രേഷൻ നടത്തിയതെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ സ്ഥലം വിറ്റതായിരിക്കില്ല. എന്താണെങ്കിലും അവനെ പൊക്കുക തന്നെ വേണം. നമുക്ക് ആദ്യമായി അങ്ങോട്ട് പോകാം. അവർ പ്രകാശനെ കാണാൻ വേണ്ടി മനയാൽ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും ജീവൻ്റെ സുഹൃത്ത് ഡോക്ടർ വിനോദ് അദ്ദേഹത്തെ വിളിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. കേസ് അന്വേഷണത്തിന് സുപ്രധാന വഴിത്തിരിവുണ്ടാക്കുന്ന ആ കാര്യം എന്തായിരിക്കും? അടുത്ത ഭാഗം വെറുതെ കളയല്ലേ, കേൾക്കണേ. കഥ വായിക്കുകയും കേൾക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങളും കാണുന്ന കുറവുകളും കമൻ്റായി ബോക്സിൽ രേഖപ്പെടുത്തേക്കണേ. കുറിക്കുന്നത് കുറച്ചായാലും മതി കേട്ടോ.
കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ തന്നെ വലിയ ഉപകാരം. നാളെ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. നല്ലത് സംഭവിക്കട്ടെ. ഓക്കേ.